ഈ മണ്ഡലകാലത്ത് മലയ്ക്ക് പോകുന്ന മൈഗ്രെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ. ശരീരത്തിനും മനസ്സിനും വ്രതശുദ്ധി വരുത്തി ഭയഭക്തി ബഹുമാനത്തോടുകൂടെ അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോകുന്ന സ്വാമിമാർക്ക് അങ്ങോട്ടുള്ള യാത്രയിലും അതുപോലെ തന്നെ അവിടത്തിന്റെ തിരക്കിലും ഒട്ടുമിക്കൽ സമയത്തും ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ തലവേദനകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാറുണ്ട്. മൈഗ്രെയിൻ തലവേദന വരുമോ എന്ന് ഭയന്ന് മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണാൻ സാധിക്കാതെ വരുന്ന രോഗികളും അനേകരാണ്. ഇരുമുടി കെട്ടുമായിട്ട് മല കയറുന്നതിന് മുന്നേ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പ്രത്യേകമായിട്ട് യാത്രയിലും മറ്റും ആഹാരത്തിന്റെ ശീലങ്ങളും അതല്ലെങ്കിൽ ആഹാരത്തിന്റെ സമയ കൃത്യതയും മറ്റും പാലിക്കാനായിട്ട് സാധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ചെറു പഴങ്ങളോ ചെറു ലഘു ഭക്ഷണങ്ങളോ എല്ലാം കയ്യിൽ കരുതുന്നത്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് മൈഗ്രെയിൻ രോഗിക്ക് അതിനൊരു ട്രിഗർ ആവാതിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിക്കുകയും പ്രാർത്ഥനകളും മറ്റുമായിട്ട് കഴിയുന്ന സ്വാമിമാർക്ക് ഇത്തരത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ കൃത്യമായിട്ട് തല ഉണങ്ങുന്നതിനും കൃത്യമായിട്ട് തല തോർത്തി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രം മറ്റു കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിനും ശ്രദ്ധിക്കുമല്ലോ. മണ്ഡലകാലത്ത് പൊതുവെ നമ്മുടെ നാട്ടിൽ തണുപ്പ് കാലാവസ്ഥയാണ്. ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് തണുപ്പ് കാറ്റ് ചെവിയിലും മറ്റും അടിക്കാതിരിക്കാനായിട്ടുള്ള മഫ്ലറോ ഷോളോ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും വഴിയിൽ നിന്നും ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ചുക്കുകാപ്പിയോ മറ്റോ കുടിക്കുന്നതും ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗറുകൾ കുറച്ചു കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നതാണ്. ഒരു മൈഗ്രെയിൻ രോഗി എന്ന നിലയിൽ മണ്ഡലകാലത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.